നമസ്കാരം. 2020 ജൂണിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സൈനിക ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധത്തെ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. നൂറുകണക്കിന് സൈനികരെ അതിർത്തിയിൽ വിന്യസിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്ത ഈ ഒരു സാഹചര്യം മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. എന്നാൽ 4 വർഷം നീണ്ട ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്താനും ബന്ധം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള നിർണായക ശ്രമങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി ഷാങ്ഹായ് സഹകരണ സംഘടന അതായത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയെ സന്ദർശിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 18 ആരംഭിച്ച ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്ക് വേദിയൊരുക്കി. വാങ് യി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി അതിർത്തി പ്രശ്നങ്ങളടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും ഔദ്യോഗിക ചർച്ച നടത്താൻ ഒരുങ്ങുന്നത്. ഈ നീക്കങ്ങൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പരസ്പര വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും താൽപ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ നിരവധി നയതന്ത്ര സൈനിക തല ചർച്ചകളും നടന്നിട്ടുണ്ട്. ബന്ധം പുനഃസ്ഥാപിക്കാൻ സ്വീകരിച്ച പ്രധാന നടപടികളാണ് കൈക്കൊള്ളുന്നത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സൈനികരെ പിൻവലിക്കുന്നതിനും വേണ്ടി ഇരു രാജ്യങ്ങളും 21 റൗണ്ടിലധികം ഉന്നതതല സൈനിക ചർച്ചകൾ നടത്തിയിരുന്നു. പാങ്ങോങ് തടാകം, ഗാൽവാൻ, ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഈ ചർച്ചകൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഡെപ്സാങ്, ഡെംഷോക് തുടങ്ങിയ ചില നിർണായക മേഖലകളിൽ പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ഇരു രാജ്യങ്ങൾക്കും 2012 സ്ഥാപിതമായ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. S ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രിമാരും വിവിധ ആഗോള വേദികളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തി. കൂടാതെ 2020 ശേഷം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷി ജിൻപിങ്ങും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ചാണ്. ഇത് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വളർന്നു. 2022 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ കടക്കുകയായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിച്ചപ്പോൾ ഇന്ത്യയുടെ വ്യാപാര കമ്മി $75 ബില്യൺ അതേസമയം വിവര സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ടിക്ടോക്ക്, വിചാറ്റ് തുടങ്ങിയ നിരവധി ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിരുന്നു. കൂടാതെ ഇരു രാജ്യങ്ങളും ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 2025 ഏപ്രിലിൽ കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചിരുന്നു. അതേസമയം സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും അതിർത്തിയിലെ പൂർണ്ണമായ സൈനിക പിന്മാറ്റം, പ്രത്യേകിച്ച് ഡെപ്സാങ്, ഡംചോക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് ഒരു പ്രധാന തടസ്സമായി തുടരുന്നുണ്ട്. പുതിയ ചർച്ചകൾ ഈ വെല്ലുവിളികൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനാകുമോ എന്നും അതുവഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം ഫലപ്രദമാകുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഈ ഉന്നതതല ചർച്ചകൾ വിജയിച്ചാൽ അത് കേവലം അതിർത്തിയിലെ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകും. എന്നാൽ ഈ സംഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നും ഇരു രാജ്യങ്ങൾക്കും പരസ്പര വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കണ്ടറിയേണ്ടതുണ്ട്.